അവസാനമില്ലാത്ത അത്ഭുത കാഴ്ചകൾ മനുഷ്യനെക്കാലവും സമ്മാനിച്ചിട്ടുള്ള ഈ ആകാശ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള മനനം അവന് സമ്മാനിച്ചിട്ടുള്ള തിരിച്ചറിവുകൾ ഏറെയാണ്. ശാസ്ത്രത്തിൻ്റെ കണ്ണുകളിലൂടെ പ്രപഞ്ചത്തെയും പ്രപഞ്ച സത്യങ്ങളെയും അടുത്തറിയാൻ ശ്രമിച്ചിട്ടുള്ള അനേകർ ആഴമേറിയ ബോധ്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. ശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ ഭാവനകൾ കൊണ്ട് മാത്രം ഇത്തരം പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കുവാൻ ശ്രമിച്ചിരുന്ന ഒരു കാലത്തു നിന്നും ആധുനിക യുഗത്തിലേക്ക് മനുഷ്യർ പ്രവേശിച്ചപ്പോൾ സംഭവിച്ച പ്രധാന വ്യത്യാസം ദൈവിക യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയുവാൻ നമ്മിൽ അനേകർക്ക് കഴിഞ്ഞു എന്നതാണ്. അതെ, ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മദർശിനികൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അത്യന്തം വിസ്മയനീയം എന്നതിനൊപ്പം ദൈവമഹത്വത്തെ ഉദ്ഘോഷിക്കുന്നവയുമാണ്. അത്തരം കണ്ടെത്തലുകളിലൂടെയുള്ള യാത്ര നമ്മെ ശക്തമായ ആത്മീയ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിൽ പ്രപഞ്ചവിജ്ഞാനീയം എന്ന ശാസ്ത്രശാഖ വികസിച്ചത് 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ഇന്നുള്ള തിരിച്ചറിവുകളിൽ പലതും 20-ാം നൂറ്റാണ്ടിലെ പ്രതിഭാധനരായ ശാസ്ത്രജ്ഞരുടെ സംഭാവനയാണ്. കോസ്മോളജിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു 20-ാം നൂറ്റാണ്ട്. ആപേക്ഷിക സിദ്ധാന്തം മുതൽ മഹാവിസ്ഫോടന സിദ്ധാന്തം വരെയുള്ള പ്രധാന സിദ്ധാന്തങ്ങൾ പലതും 20-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടവയാണ്. അനധിവിദൂര ഭൂതകാലത്ത് പ്രപഞ്ചത്തിൻ്റെ ആകാശ കാഴ്ചകൾക്ക് പരിമിതമായ വിശദീകരണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 10,000-കണക്കിന് കോടി ഗാലക്സികൾ ഉൾപ്പെടുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ രൂപഘടനയെ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു പരിധിവരെ വിശദീകരിക്കുവാൻ ഇന്ന് നമുക്ക് സാധ്യമാണ്. You are on earth, each one of you. You think the earth is so huge, and you are a person that is standing on the surface of earth, and this earth is rotating about the sun, and we have the solar system, and the solar system itself is a part of the Milky Way galaxy, and there are so many stars, billions of stars, and this sun is such a insignificant member of this solar system, and there are huge stars you can't even compare with suns. And this solar system itself is at one farthest corner, one dark corner of this Milky Way galaxy, God-forsaken place. And this whole galaxy is so huge that the light takes from one end of the other to the other and takes millions of years to travel and reach. So it's such a massive structure called the Milky Way galaxy. And suppose you imagine that you are able to walk out of this Milky Way galaxy and then look at what is there beyond. What you are seeing again, the similar sky with plenty of stars. And they are not stars, they are again galaxies twinkling as single stars. So if you stand outside the Milky Way galaxy and look at the universe, that you are going to see again millions and billions of galaxies, each of them bigger than the Milky Way galaxy itself. And the closest galaxy to Milky Way galaxy is so far away that the light takes millions and billions of years to reach our Earth. And if you are again going back and looking at the whole of this structure, what you are going to see is that the entire universe, any area you look at, even the emptiest space that you look at, is filled with galaxies. 1927-ൽ ജോർജസ് ലെമൈത്രെ എന്ന കത്തോലിക്ക പുരോഹിതൻ കൂടിയായിരുന്ന ശാസ്ത്രജ്ഞനും 1929-ൽ എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞനുമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന് അടിസ്ഥാനമിട്ടത്. ഏകദേശം 90 വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച്
വ്യക്തമായ ആശയങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന ശാസ്ത്രലോകം തുടർന്നുള്ള കാലങ്ങളിൽ ബിഗ് ബാങ് തിയറിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് വിസ്മയജനകമായ ഒട്ടേറെ ശാസ്ത്രീയ വെളിപ്പെടുത്തലുകൾക്ക് ലോകം സാക്ഷിയായി. ഒട്ടേറെ പേരുടെ മുൻകാല ധാരണകൾ കീഴ്മേൽ മറിഞ്ഞു. ഇന്ന് ശാസ്ത്രലോകം ഏറെക്കുറെ അംഗീകരിക്കുന്നു, ഈ പ്രപഞ്ചം രൂപം കൊണ്ടത് സങ്കല്പങ്ങൾക്കതീതമായൊരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് എന്നുള്ളത്. 1300 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു മഹാവിസ്ഫോടനം, അതിൽ നിന്ന് 10,000 കോടി ഗാലക്സികളും എണ്ണമറ്റ ആകാശഗോളങ്ങളും സൃഷ്ടിക്കപ്പെട്ടു എന്ന വിശദീകരണത്തിന് പിന്നാലെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. അവയിൽ പലതിനും ഇന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല. എന്നാൽ അത്തരമൊരു മഹാവിസ്ഫോടനത്തിൻ്റെ പിന്നിൽ അതിന് കാരണമായ ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ അനേകർ തിരിച്ചറിയുന്നു. അമേരിക്കൻ ജനപ്രിയ എഴുത്തുകാരനും തത്വചിന്തകനുമൊക്കെയായ മാർക്ക് വില്യം വോർത്തിങ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്: ആധുനിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഒരു സൃഷ്ടാവിൻ്റെ സങ്കല്പത്തോട് ഏറ്റവും അടുത്ത് വരുന്ന സിദ്ധാന്തം മഹാവിസ്ഫോടന സിദ്ധാന്തമാണത്രേ, ബിഗ് ബാങ് തിയറി. കാരണം ബിഗ് ബാങ് തിയറിയിൽ ഒരു ഫസ്റ്റ് കോസ്, ആദ്യ കാരണം, അഥവാ ഒരു സൃഷ്ടാവ്, ക്രിയേറ്റർ എന്ന സംജ്ഞ വളരെ സമീപസ്ഥമാണ് പോലും. അതുകൊണ്ട് തന്നെ ബിഗ് ബാങ് തിയറിയെ ദൈവശാസ്ത്രപരമായിട്ട് സ്വാംശീകരിക്കാനുള്ള ഒത്തിരി നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, ഒത്തിരി പരിശ്രമങ്ങൾ ആ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ വായിച്ചത് ഓർക്കുകയാണ്, അമേരിക്കൻ ആസ്ട്രോണമർ ജോർജ് സ്റ്റൂബ്, അദ്ദേഹം ബിഗ് ബാങ് സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നായ W മാപ്പ്, പ്രപഞ്ചത്തിൻ്റെ 3 ലക്ഷം വർഷം പഴക്കമുള്ള പിക്ചർ കാണിച്ചിട്ട് പറയുകയാണ്, പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യമാണ്, ഈ പിക്ചർ ഒരു വിശ്വാസി നോക്കുകയാണെങ്കിൽ ശരിക്കും ദൈവത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുക എന്ന് പറയുന്നത്. കോബ് സാറ്റലൈറ്റ് 10 വർഷം കൊണ്ടെടുത്ത ഏറ്റവും ചെറിയ പ്രപഞ്ചത്തിന് 3 ലക്ഷം വർഷം മാത്രം പഴക്കമുള്ളപ്പോഴത്തെ ചിത്രമാണ്. അത് നോക്കിയാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലെയാണ് പോലും. അതുകൊണ്ട് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൽ ഒരു സൃഷ്ടാവിൻ്റെ ദർശനം വളരെ സമീപസ്ഥമാണ് എന്നുള്ള ചിന്താധാരണകളുണ്ട്. ശാസ്ത്രകാരനും ദാർശനികനും എന്ന നിലയിൽ ജോബസിന് എപ്രകാരമാണ് ഈ മഹാവിസ്ഫോടന സിദ്ധാന്തവും ഒരു ക്രിയേറ്റർ ഗോഡും തമ്മിലുള്ള ബന്ധത്തെ നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുന്നത്? പ്രൊഫസർ മാർക്ക് വേർതിങ്ങിൻ്റെ കൺക്ലൂഷൻ ഞാൻ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് എൻ്റെ അഭിപ്രായവും ഇങ്ങനെയാണ്, ബിഗ് ബാങ് തിയറി നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റർ അനിവാര്യമാണെന്ന് തെളിയപ്പെടും. തത്വശാസ്ത്രപരമായും തർക്കശാസ്ത്രപരമായും ശാസ്ത്രീയമായും ഇതെനിക്കൊരു യാതൊരു സംശയവുമില്ല. ഈ കാര്യത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ ഈ ബിഗ് ബാങ് തിയറിയെപ്പറ്റി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഈ ബിഗ് ബാങ് തിയറി ഒരു സാധാരണ തിയറി അല്ലായിരുന്നു. ഇതിനെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബിഗ് ബാങ് തിയറി ഒരു ഗെയിം ചേഞ്ചർ, കോസ്മോളജി ഒരു ഗെയിം ചേഞ്ചറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് കോസ്മോളജിക്ക് ഒരു വലിയ പരിവർത്തനം വന്നു ഈ ബിഗ് ബാങ് തിയറി വന്നതോടുകൂടി. ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന പരിസ്ഥിതിയും ഇത് കഴിഞ്ഞുള്ള പരിസ്ഥിതിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് കോസ്മോളജിയെ സംബന്ധിച്ചിടത്തോളം. ഉദാഹരണമായിട്ട് ഈ തിയറി വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി ശാസ്ത്രത്തിന് കാര്യമായ റിലയബിളായിട്ടുള്ള അറിവുകളൊന്നും ഇല്ലായിരുന്നു.
ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി റിലീജിയസ് മിത്സും റിലീജിയസ് സ്റ്റോറിയും അല്ലാതെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ കൾച്ചറൽ ട്രഡീഷൻസും ഉണ്ടായിരുന്നു. അതൊരു ശാസ്ത്രമാക്കി എടുത്തത്, അതിന് ശാസ്ത്രീയമായ രീതിയിൽ ശാസ്ത്രമാക്കി എടുത്തത് ഈ ബിഗ് ബാങ് തിയറിയാണെന്ന് തന്നെ പറയണം. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ബിഗ് ബാങ് തിയറി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ആണ് കോസ്മോളജി, പ്രത്യേകിച്ച് കോസ്മോഗണിയെ പറ്റി ചിന്തിക്കുമ്പോൾ. ഇത് വളരെ ആവശ്യമാണ്. ഈ ബിഗ് ബാങ് തിയറി ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന്, ആ ആർഗ്യുമെൻറ്റിന് വളരെയധികം വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കും. പ്രപഞ്ചത്തിനൊരു തുടക്കവും ഒടുക്കവും ഉണ്ടെന്നാണ്. ഏതാ ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള പറയുന്നത്, ബിഗ് ബാങ് തിയറിയെ ബേസ് ചെയ്ത് പറയുന്നത് പ്രപഞ്ചത്തിനൊരു തുടക്കവും ഒടുക്കവും. ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കവും ഒടുക്കവും എന്ന് ശാസ്ത്രം ഇന്ന രീതിയിലൊക്കെ സംഭവിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അതിനെ നിർവചിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പം ഈ ബിഗ് ബാങ് തിയറിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളുണ്ട്: ക്വാണ്ടം ജനസിസ് ആൻഡ് വാക്വം ജനസിസ്. അപ്പോൾ എഡ്വേർഡ് ട്രയോൺ എന്നൊക്കെ പറയുന്ന മഹാപ്രതിഭകളായ ശാസ്ത്രജ്ഞന്മാർ അവർ അവകാശപ്പെട്ടത് ഇതൊരു ശൂന്യതയിൽ വാക്വം ജനസിസാണ്, ക്വാണ്ടം ജനസിസാണ്. അപ്പോൾ ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന ആ അഭിപ്രായം. ഈ ശൂന്യത യഥാർത്ഥത്തിൽ ശൂന്യതയാണോ എന്ന് ചോദിച്ചാൽ ശൂന്യത അല്ലാതെ. നമ്മൾ ശൂന്യതയിലേക്ക് എത്തി പരിശോധന വാക്വത്തിലേക്ക്, ക്വാണ്ടം വാക്വത്തിലേക്ക് എത്തി പരിശോധിക്കുമ്പം അത് ശൂന്യതയല്ല. സംതിങ് ഈസ് ദെയർ. ആ സംതിങ് ഈസ് ദെയർ എന്നിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്, പ്രപഞ്ചം രൂപാന്തരണം പ്രാപിക്കും. കഴിഞ്ഞ 9 പതിറ്റാണ്ടുകൾക്കിടയിൽ മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ തുടർന്നുള്ള പഠനങ്ങൾ ഒരുപാട് മുന്നേറി. പ്രപഞ്ചത്തിന് ഒരാരംഭമുണ്ട് എന്ന ശക്തമായ നിഗമനത്തിലേക്കാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം ശാസ്ത്രചിന്തകരെ നയിച്ചത്. പ്രപഞ്ചത്തിൻ്റെ ആരംഭം എന്ന ആശയം ആരംഭകൻ അനിവാര്യമാണ് എന്ന ചിന്തയിലേക്ക് പഠിതാക്കളെ നയിച്ചു. അത്തരത്തിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം ഒരു സ്രഷ്ടാവിൻ്റെ സാന്നിധ്യത്തെ ഉറപ്പിക്കുന്ന മറ്റു ചില ആശയങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശാസ്ത്രത്തെയും വിശ്വാസത്തെയും ഗൗരവത്തോടെ ചിന്താവിഷയമാക്കുന്ന സകലരും ആഴത്തിൽ വിചിന്തനം നടത്തേണ്ട ആശയങ്ങളാണ് ഇവ. ബിഗ് ബാങ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ആരംഭമായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുക. അപ്പോൾ ബിഗ് ബാങ് തിയറി ശരിയാണെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട്. ഇപ്പോൾ ആരംഭമുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ടെമ്പറൽ ടൈം എന്ന് പറയാം. അപ്പോൾ ആരംഭമുണ്ടെങ്കിൽ അതിന് അല്പം മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? അതിനല്പം മുമ്പുള്ള അവസ്ഥ ശൂന്യതയായിരുന്നു. കാരണം പ്രപഞ്ചത്തെപ്പറ്റി നമ്മൾ പറയുന്നത് പ്രപഞ്ചം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ശൂന്യതയായുള്ളൂ. ശൂന്യതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് വരികയാണ് ആരംഭം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായ്മയിലേക്ക് വരികയാണ്. ഈ ജമ്പ്, ഇതുപോലുള്ള ഈ മാറ്റം ഒരു സാധാരണ മാറ്റമല്ല. ഈ മാറ്റം അസാധ്യമായ മാറ്റമാണ്. ഇല്ലാത്തതിൽ നിന്ന് ഒന്നായിട്ട് വരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുപോലെ തന്നെ ശൂന്യതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് വരിക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ ഈ അസാധ്യം ആണ് അത് കോൺട്രഡിക്ഷനായിട്ട് വരികയാണ്. ഈ കോൺട്രഡിക്ഷൻ ഇല്ലാതാക്കണമെങ്കിൽ, ഈ കോൺട്രഡിക്ഷനെ മാറ്റണമെങ്കിൽ ഒരു യോഗ്യതയുള്ള ഒരു ഏജൻസി അതിനുള്ളിൽ വരണം. അനുയോജ്യമായും അനുചിതമായതുമായ ഒരു ഏജൻസി വന്നാൽ മാത്രമേ ഈ കോൺട്രഡിക്ഷനെ നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. ഈ ഗ്യാപ്പ്, നത്തിങ്നെസ്സും സംതിങ്നെസ്സും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഏജൻസി അത്യാവശ്യമാണ്. അപ്പോൾ ആ ഏജൻറ്റ് കോസ് ആരായിരിക്കാം? അത് ഈ ലോകത്തിലൊന്നും ആകാൻ പാടില്ല. കാരണം ലോകത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ലോകത്തിനപ്പുറത്തുള്ള എന്തെങ്കിലും ആയിരിക്കണം. ആ വ്യക്തി, ആ പവർ, ആ കോസാണ് ആദ്യ കോസ്.
ഈ പ്രപഞ്ചത്തിൻ്റെ രൂപഘടനയുടെ സങ്കീർണതയെക്കുറിച്ച് നാം ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. അടുത്തറിയുമ്പോൾ ആരും വിസ്മയം കൊള്ളുന്നതും മനുഷ്യസങ്കല്പങ്ങൾക്ക് അതീതവുമായ അതിൻ്റെ സംവിധാന മികവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിസൂക്ഷ്മവും അതിഭൗതികവുമായ ഒരു സൃഷ്ടാവിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നു. ആധുനിക ശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ച് നാം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഘടനയും അതിനെ സൂക്ഷ്മതലത്തിൽ നിയന്ത്രിക്കുന്ന ചില നിയമങ്ങളും ശാസ്ത്രത്തിനും ശാസ്ത്രചിന്തകർക്കും മുന്നിൽ പഠിച്ചവസാനിപ്പിക്കാൻ എളുപ്പമല്ലാത്ത വലിയ ഗവേഷണ വിഷയങ്ങളാണ്. അനേകം ശാസ്ത്രജ്ഞർ ഈ രംഗത്തെ തങ്ങളുടെ പഠനങ്ങൾ തുടരുന്നു. നാം രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ നിരവധി നക്ഷത്രങ്ങൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ റാൻഡമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ചെറിയ ഒരു സ്കെയിലിലാണ് അത്തരം ഈ റാൻഡംനെസ് ഉള്ളത്. പക്ഷേ ലാർജ് സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ എന്ന് പറയും. ലാർജ് സ്കെയിൽ എടുക്കുമ്പോൾ പ്രപഞ്ചത്തിന് ഒരു പ്രത്യേക ഭാവത്തിലാണ് ഈ ദ്രവ്യങ്ങളും മറ്റുമെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഈ ഒരു ലാർജ് സ്കെയിൽ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടായി എന്നുള്ളത് വേറൊരു ഗവേഷണ വിഷയമാണ്. നമ്മുടെ യൂണിവേഴ്സിന് അതിൻ്റേതായ ഒരു രീതിയും രൂപവും ഉണ്ട്, ഒരു പർട്ടിക്കുലർ രീതിയും രൂപമുണ്ട്. ഈ രീതിയും രൂപം വേണമെന്ന് നിർബന്ധമില്ല, വേറൊരു രീതിയും രൂപവും ആകാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ രീതിയും രൂപവും വന്നു? ആര് മുഖേനയാണ് ഈ രീതിയും ഈ രൂപവും വന്നത്? അപ്പോൾ അതിനൊരു കാരണമുണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ. നമ്മളുടെ ഈ പ്രപഞ്ചത്തിന് സയൻസ് പറയുന്നതനുസരിച്ച് 4 ഡിഫറെൻറ്റ് ഫോഴ്സസ് ആർ ദെയർ. 4 ഫോഴ്സസ് ആണുള്ളത്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഫോഴ്സുകളും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ മുഖേനയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുക. ഇത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ടമെൻ്റൽ ലോ ആണ്. പക്ഷേ ഈ ഒരു ലോകം ഒരു 10 ഫോഴ്സസ് കൊണ്ട് നടത്താമായിരുന്നു, അല്ലെങ്കിൽ 2 ഫോഴ്സസ് കൊണ്ട് നടത്താമായിരുന്നു. എന്തുകൊണ്ട് 4 ഫോഴ്സായി? കൃത്യം 4 ഫോഴ്സായി. ഈ 4 ഫോഴ്സ് കൊണ്ട് എല്ലാം തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ഇതിനെ രൂപപ്പെടുത്തിയത് ആരാണ്? ഈ രീതിയിൽ ഇതിനെ സൃഷ്ടിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്ത ആരാണ് എന്ന ചോദ്യം വരും. അപ്പോൾ അതിനൊരു കോസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കണ്ടിൻജൻസി വിൽ ഡിമാൻഡ് എ കോസ്. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ആർഗ്യുമെൻ്റാണ് കലാം ആർഗ്യുമെൻ്റ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കലാം ആർഗ്യുമെൻ്റ് വളരെ സിമ്പിളാണ്. എവറി ഇഫക്റ്റ് ഹാസ് എ കോസ്. എല്ലാ ഇഫക്റ്റിനും ഫലത്തിനും ഒരു കാരണമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മളിരിക്കുന്ന കസേര, ഈ കസേര ഒരു കസേരയാകുവാൻ പല പല കാരണങ്ങളുണ്ട്. ഒന്ന് കാർപ്പൻ്റർ, രണ്ടാമത്തേത് തടി, മൂന്നാമത്തേത് നമ്മൾ ആ കസേരയിൽ ഇരിക്കുവാൻ പോകുന്നവർ എല്ലാവരും, കസേര യൂസ് ചെയ്യുന്നവരെല്ലാവരും. കാരണങ്ങൾ പലതായിട്ടുണ്ട്. പക്ഷേ ഈ കാരണങ്ങളെല്ലാം ഒന്നിച്ച് ചേരുമ്പോഴാണ് ഈ കസേര എന്ന ഇഫക്റ്റ് അല്ലെങ്കിൽ ഫലമുണ്ടാകുന്നത്. കോസ്മോളജിയിലേക്ക് വരുമ്പം, പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ വളരെ കോംപ്ലക്സായ പ്രപഞ്ചം ഒരു ഫലമാണ്, ഒരു ഇഫക്റ്റാണ്. ആ ഫലത്തിന് പല പല ഇൻറ്റേർണൽ കാരണങ്ങൾ ഉണ്ടാകാം. ആ കാരണങ്ങൾ ഇൻറ്റേർണലും എക്സ്റ്റേണലുമാകുവാൻ, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു എഫിഷ്യൻറ്റ് കോസ്. കസേരയ്ക്ക് കാർപ്പൻ്റർ എന്തായിരിക്കുന്നുവോ അതായിരിക്കും പ്രപഞ്ചത്തിന് ദൈവം. ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ അന്ത്യ കാരണം. മഹാവിസ്ഫോടനത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു കണികയെയും അതിൻ്റെ അവസ്ഥയെയും സൂചിപ്പിക്കാൻ ശാസ്ത്രം ഉപയോഗിക്കുന്ന പദമാണ് സിംഗുലാരിറ്റി. എന്നാൽ ആ അവസ്ഥയെ വിശദീകരിക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല.
ഒരുപക്ഷെ മനുഷ്യൻ്റെ ചിന്താപരിധിക്ക് അതീതമാണ് ആ ആശയം. ദൈവികമായ ഒരു ഇടപെടലിൻ്റെയും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ തന്നെയും ശക്തമായ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന അവസ്ഥയാണ് അതെന്ന് ദൈവശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ബിന്ദു എന്ന് പറയാം. അതായത് ഈ ലോകത്തിലുള്ള ലോകം തുടങ്ങിയ സമയത്ത് ലോകത്തിലുള്ള എല്ലാ സംഗതികളും ഒരു ബിന്ദുവിലോട്ട് സമ്മപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ബിന്ദുവിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ബിന്ദുവിന് ഷേപ്പില്ല, ബിന്ദുവിന് സ്ട്രക്ചറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ബിന്ദുവിൽ നിന്നും ഇതുപോലെ ഷേപ്പുകൾ വന്നു, സ്ട്രക്ചർ വന്നു, ഇതെല്ലാം വന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിന്ദുവിൽ നിന്നും സ്ട്രക്ചർ വരിക? ഒരുപക്ഷെ ആൾക്കാർ പറഞ്ഞേക്കാം സയൻറ്റിഫിക് ലോസും ഇതുമെല്ലാം പ്രിൻസിപ്പിളും എല്ലാം വെച്ചുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് പറയാം. പക്ഷേ സയൻറ്റിഫിക് ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഈ സിംഗുലാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ അല്ല. സിംഗുലാരിറ്റി ഈസ് ഇൻ എ സിംഗുലാരിറ്റി സിറ്റുവേഷൻ ലോസ് ഓഫ് ഫിസിക്സ് ആർ നോട്ട് അക്സസിബിൾ എന്നാണ് സയൻസ് പറയുക. അപ്പം ഈ ലോസ് നമ്മളെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യത്തില്ല. ഇവിടെ സ്ട്രക്ചർ വന്ന കാര്യത്തിൽ എങ്ങനെ സ്ട്രക്ചർ വെറും ബിന്ദുവിൽ നിന്ന് വന്നു ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിനും ഒരു കാരണത്തിൻ്റെ ആവശ്യമുണ്ട്, അതിനും ഒരു മൂല കാരണം ആവശ്യമുണ്ട്, ആദ്യ കാരണം ആവശ്യമുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പലതരത്തിലും ഈ ബിഗ് ബാങ് തിയറി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൃഷ്ടാവുണ്ട്, ഒരു ക്രിയേറ്റർ ഉണ്ട്, ഒരു ഏജൻസി ഉണ്ട് എന്ന് നമുക്ക് സ്വീകരിക്കേണ്ടതായി തന്നെ വരും. മഹാവിസ്ഫോടന സിദ്ധാന്തവും അതിനോടനുബന്ധിച്ചുള്ള ശാസ്ത്രീയ നിഗമനങ്ങളും ദൈവവിശ്വാസത്തിനും ആത്മീയ ബോധ്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ ശാസ്ത്രീയ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഇടപെടൽ അനിവാര്യമാണെന്ന ആശയം കൂടിയാണ്. മനുഷ്യൻ്റെ ചിന്തകൾക്കും ഭാവനകൾക്കും അതീതമായ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളാൻ നാം തയ്യാറാകുന്ന പക്ഷം ദൈവത്തിൻ്റെ സാന്നിധ്യവും മഹത്വവും നമുക്ക് മുന്നിൽ വെളിപ്പെടുമെന്ന് തീർച്ച. ഈ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് മുൻധാരണകൾക്കതീതമായി യാഥാർത്ഥ്യങ്ങളെ സമീപിക്കുകയും വിവേകത്തോടെ ചിന്തിക്കുകയും ചെയ്യുകയാണ്. വളരെ വ്യക്തമാണ് ഈ 3 വാദഗതികൾ. ഒന്നാമതായിട്ട് സമയത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ ആരംഭം, ദ ടെമ്പറൽ ബിഗിനിങ് എന്ന് പറയുന്ന ആരംഭമുള്ളതിനെല്ലാം ഒരാരംഭകൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള വാദം. രണ്ടാമതായിട്ട് പ്രപഞ്ചം അനിവാര്യമല്ലാത്തത് കൊണ്ട് ഇതേ രൂപത്തിലുള്ള ഒരു പ്രപഞ്ചം ഉണ്ടാകണമെങ്കിൽ ഇതിന് പിന്നിൽ ഒരു രൂപകർത്താവ് ആവശ്യമുണ്ട് എന്നുള്ള വാദം. മൂന്നാമതായിട്ട് പ്രപഞ്ചത്തിൻ്റെ പ്രഥമ ബിന്ദു സിംഗുലാരിറ്റി ശൂന്യതയിൽ നിന്നും ഉണ്ടാകുന്നില്ല, ഏതോ ഒരു മനസ്സ് വിഭാവനം ചെയ്യാതെ എന്ന് പറയും. ഇതുകൊണ്ടൊക്കെയാണ് പല ശാസ്ത്രകാരന്മാരും ദാർശനികരും പറയുന്നത് ബിഗ് ബാങ് തിയറി ഒരു സൃഷ്ടാവിൻ്റെ സങ്കല്പത്തോട് വളരെ ചേർന്നിരിക്കുന്നു, അതിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ചില ശാസ്ത്രകാരന്മാർ തന്നെ അസ്വസ്ഥരുമാണല്ലോ. അതായത് വിസ്ഫോടന സിദ്ധാന്തത്തിൽ ഇങ്ങനെയൊരു ക്രിയേറ്ററുടെ ആവശ്യം വരുന്നു, മെറ്റഫിസിക്സ് ഒന്നും പാടില്ല എന്ന് ഫിസിക്സിൽ പറയുന്നവരുമുണ്ട്. എന്നാലും യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അനിവാര്യതയ്ക്ക് സാധ്യത കൂടുതലാണ് ഒരു സൃഷ്ടാവിൻ്റേത്. അസ്ട്രോണമർ ജിയോഫ്രി ബർഡ് ബൂബ്, അമേരിക്കൻ അസ്ട്രോണമറാണ്. അദ്ദേഹം പറയും, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പല ശാസ്ത്രകാരന്മാരും മഹാവിസ്ഫോടന സിദ്ധാന്തം അടുത്ത് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബിഗ് ബാങ് ക്രിസ്തു സ്ഥാപിച്ച ആദ്യ സഭയിൽ ചേരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. അദ്ദേഹം ഹാസ്യാത്മകമായിട്ട് പറയുന്നതാണ്. അതായത് ബിഗ് ബാങ് അടുത്തറിയുന്ന ശാസ്ത്രജ്ഞരുടെ മനോഭാവങ്ങൾ പോലും ദാർശനികമായിട്ട് സ്വാധീനിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര മത ബന്ധത്തെ തന്നെ ആകമാനം എപ്രകാരമാണ് ഈ ബിഗ് ബാങ്ങും ക്രിയേറ്റർ കോൺസെപ്റ്റും സ്വാധീനിക്കുന്നത് എന്ന് സംക്ഷിപ്തമായിട്ട് ഒന്ന് പറഞ്ഞ് ഉപസംഹരിക്കുന്നത് ചേർച്ചയായിരിക്കുമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് അബേ ജോർജസ് ലെമേത്രെ ആണ് ഈ തിയറി
1927 ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹം ഒരു കത്തോലിക്ക വൈദികനും അതേസമയം ഒരു പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശ്രമം മൂലവും ധൈര്യത്തോടുകൂടിയുള്ള വളരെ ഡെയറിങ് മൂവ്മെൻ്റ് ആയിരുന്നു ഇത്. ഐൻസ്റ്റൈൻ ഇതിനെപ്പറ്റി വായിച്ചു കഴിഞ്ഞിട്ട് ഉടനടി വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, യുവർ മാത്തമാറ്റിക്സ് ഈസ് പെർഫെക്റ്റ് ബട്ട് യുവർ ഫിസിക്സ് ഈസ് അബോമിനബിൾ. ആ വേർഡാണ് ഐൻസ്റ്റൈൻ ഉപയോഗിച്ചത്. അത്രയ്ക്ക് ഫ്രൈറ്റനിങ് അത്രയ്ക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. ഈ ഐഡിയ വന്നത് ഒരു കാത്തോലിക് പ്രീസ്റ്റിൻ്റെ ചിന്താഗതി കൊണ്ടും സയൻസും റിലിജനുമായിട്ടുള്ള ബന്ധപ്പെടുത്തൽ കൊണ്ടുമാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത് കത്തോലിസിസവും സയൻസും ഒരു പ്രയാസവും കുറച്ചൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. സയൻസ് ആൻഡ് കത്തോലിസിസം ആർ നോട്ട് എനിമീസ്, ദേ ആർ കൊളാബറേറ്റീവ്. വിവേകരഹിതമായും മുൻധാരണകളോടെയുമുള്ള സമീപനമാണ് പലപ്പോഴും അനേകരെ തെറ്റിദ്ധാരണയിൽ അകപ്പെടുത്തുന്നത് എന്നതാണ് വാസ്തവം. ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെയും ദൈവിക സത്യങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും കഴിയേണ്ടതിൻ്റെ ആവശ്യകത മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ വിശകലനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ബിഗ് ബാങ് തിയറി വിവരിക്കുന്ന അടിസ്ഥാന ആശയങ്ങൾ ഒരിക്കലും സൃഷ്ടാവിനെ തള്ളിപ്പറയുന്നില്ല എന്നത് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നു. പ്രപഞ്ചവിജ്ഞാനിയും സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ഇപ്പോഴത്തെ സയൻസ് പറയുന്നത് ഒരു കാര്യം, ഈ ലോകത്തിന് ഒരു ആരംഭമുണ്ടായിരുന്നു, അതുപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യവും കാണും. അത് മാത്രമേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സയൻസ് പറയുന്നുള്ളൂ. പെട്ടെന്ന് ഒരു സാധാരണ വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ബൈബിളിൽ പറയുന്ന യുഗാന്ത്യത്തിൻ്റെ വിവരണങ്ങളായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ലോകം എങ്ങനെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ ചില വിവരണങ്ങളുണ്ടല്ലോ. ആകാശങ്ങൾ കൂട്ടിയിടിക്കും, നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കും, ഭൂമി ഇല്ലാതാകും, എങ്ങും തീയായിരിക്കും എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ സമകാലിക പ്രപഞ്ച വിജ്ഞാനീയങ്ങളിലെ സംജ്ഞകളും കാഴ്ചപ്പാടുകളും ഉപയോഗിച്ച ദൈവശാസ്ത്രപരമായ വിശകലനത്തിലൂടെ യുഗാന്ത്യ ദർശനത്തിന് കൂടുതൽ സ്വീകാര്യമായ കാലഘട്ടത്തിന് അന്വേഷണമായ രീതിയിലുള്ള ദർശനങ്ങൾ സമ്മാനിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം.